ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അത് നമ്മുടെ നമ്മുടെ വീടിൻ്റെ മുകളിൽ ചെറിയൊരു അമ്പലമുണ്ട്. അവിടെ നിന്ന് പൊങ്കാല സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതാണ് അവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അമ്പലമായിട്ട് അങ്ങനെ പണിതിട്ടൊന്നുമില്ല. നമ്മൾ കുഞ്ഞിൽ തൊട്ട് ഞാനൊക്കെ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ തൊട്ട് എൻ്റെ അമ്മൂമ്മയൊക്കെ അവിടെ വന്ന് അവിടെ ഒരു നിലവിളക്ക് കഴുകി വൃത്തിയാക്കി അതിലെണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് കത്തിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അമ്മയൊക്കെ പറയുന്നത് ദേവി അവിടെയുണ്ട്, ദേവിയുടെ അമ്പലം അങ്ങനെ പറഞ്ഞ്. അപ്പം അങ്ങനെ നമ്മൾ വിളക്ക് ഒഴിച്ച് നമ്മൾ മാത്രമല്ല എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് വിളക്ക് കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിളക്ക് നേരാറുണ്ട്, വിളക്ക് സമർപ്പിക്കും. എൻ്റെ മോളുടെ കല്യാണം, അങ്ങനെ കല്യാണം നടന്നവരുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അവർക്ക് നടന്നവർ, എല്ലാമൊന്നും എനിക്കറിയില്ല, കുറേ കാര്യങ്ങൾ നടന്നവർ ഇങ്ങനെ ഒരുപാട് നിലവിളക്കുകൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി ഉണ്ട് കേട്ടോ, ഞാൻ എണ്ണിയൊന്നും നോക്കിയിട്ടില്ല, ഒരുപാട് വിളക്കുകളുണ്ട്. അപ്പോൾ അവർക്ക് ഓരോരോ കാര്യങ്ങൾ സാധിക്കുമ്പോൾ ഇവിടെ വിളിച്ച് പ്രാർത്ഥിച്ച് സാധിക്കുമ്പോഴാണ് അവരത് ചെയ്യണത്. അപ്പോൾ ഒരു 10-12 പൊങ്കാലയോളം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇട്ടില്ല, എൻ്റെ അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഓടി വന്നായിരുന്നു. പിന്നെ ഇവിടെ വീടിൻ്റെ അടുത്ത് വേറൊരു അമ്പലത്തിൽ വരുന്നൊരു തിരുമേനിയാണ് നമ്മളിവിടെ പൂജയ്ക്കൊക്കെ ആയിട്ട് വിളിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലം ഇരിക്കുന്നത് ഒരു മലയുടെ മുകളിലാണ്. ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ, അമ്പലത്തിനെക്കുറിച്ച് കുഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഓരോ വർഷത്തിലും ഇവിടെ പല മാറ്റങ്ങളാണ്. കഴിഞ്ഞ വർഷം പൊങ്കാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം ഇവിടെ അന്നദാനവും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പരിസരത്തൊക്കെ ഒരുപാട് റിസോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഒത്തിരി റിസോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ബാക്കി ആ റിസോർട്ടുകളുടെയൊക്കെ കാര്യങ്ങളും റിസോർട്ടുകളൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ ആ മലയുടെ എതിർദിശയിലുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. എസ്റ്റേറ്റുകൾ, തേയില, ഏലം, കാപ്പി അങ്ങനെയൊക്കെ ഉള്ള ഓരോരുത്തരുടെ പറമ്പുകളൊക്കെയാണ് ഇതിൽ കാണുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് മലകളും കുന്നുകളൊക്കെ നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കും. ഒത്തിരി പ്രദേശങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് കേട്ടോ, നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാഗമണ്ണിൻ്റെ ഒരു സൈഡ് ഭാഗവും കാണാൻ പറ്റും. ഇത് ഏലപ്പാറ, കൊച്ചുകരിന്തിരി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഏരിയ ആണ്. അതാ കണ്ടോ റിസോർട്ടുകൾ നോക്കൂ, ഒത്തിരി റിസോർട്ട്. കഴിഞ്ഞ വർഷം അവിടെ ഒരു റിസോർട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഈ വർഷം ഒരു 3-4-5 റിസോർട്ടുകളോളം ആയിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ സദ്യവട്ടങ്ങളുടെ സംഭവം ശരിക്കും പാറകളൊക്കെയാണ് കേട്ടോ. മലയിലെ ഒരു നിരപ്പായ സ്ഥലമൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് അവിടെ കാണുന്നത്. ഇതൊക്കെയാണ് റിസോർട്ട്. ഈ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയിലൂടെ വേണം നമ്മൾ മുകളിലേക്ക് കയറി വരാൻ. കുറച്ച് അമ്പലത്തിൻ്റെ തൊട്ട് താഴെ വരെ വഴിയുണ്ട്, അവിടുന്ന് നമ്മൾ കയറി വരണം. ആ നീളത്തിൽ കാണുന്ന മലയുടെ താഴ്ഭാഗത്താണ് നമ്മുടെ വീട്. നമ്മൾ അവിടുന്ന് നടന്ന് വരണം.